ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ക്ലാസ് റൂം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററായ ജന്തുവിശേഷങ്ങൾ എന്ന പാഠമാണ്. അപ്പം ഓൾറെഡി നമ്മൾ 4 ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളതൊക്കെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ 5ാമത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്ന ജീവികളെ പറ്റിയിട്ടാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കൊരു ബോക്സിൽ തന്നിട്ടുണ്ട് കുറച്ച് പക്ഷികളും അതിൻ്റെ അടയിരിപ്പ് കാലവും. അതൊന്നും നമ്മൾ എന്തായാലും പഠിച്ചു വെക്കുക കേട്ടോ. ഏതൊക്കെയാണ്? കോഴി 21 ദിവസം. അടയിരിപ്പ് കാലം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ല. ഒരു മുട്ട ഇട്ട് കഴിഞ്ഞ് അത് വിരിഞ്ഞ് കുഞ്ഞാവാൻ എടുക്കുന്ന ടൈം. കോഴിയുടെ മുട്ട വിരിയാൻ എത്ര ടൈം എടുക്കും? 21 ദിവസം. നമുക്ക് അറിയുന്നതായിരിക്കും അല്ലേ. ബാക്കി വേറെ ആരൊക്കെയാണ്? പ്രാവ് 14 ദിവസം, കുരുവി 14 ദിവസം. അത് രണ്ടും സെയിം ആണ് അല്ലേ. പ്രാവിനും കുരുവിക്കും സെയിം ഡേറ്റ് തന്നെയാണ് വരുന്നത്. 14 ദിവസം കൊണ്ടാണ് അതിൻ്റെ മുട്ട വിരിഞ്ഞ് കുഞ്ഞായി മാറുന്നത്. പിന്നെ ഒട്ടക പക്ഷിക്ക് 42 ദിവസം, ലവ് ബേർഡ്സ് 22 മുതൽ 25 ദിവസം വരെ എടുക്കും. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദിവസം അടയിരിക്കുന്നത് ഏത് പക്ഷിയാണ്? ഒട്ടക പക്ഷിയാണ് അല്ലേ. 42 ദിവസം വേണം ഒട്ടക പക്ഷിയുടെ മുട്ട വിരിയാനായിട്ട്. പിന്നെ ഏറ്റവും കുറവോ 14 ദിവസം വരുന്നത് പ്രാവും കുരുവിയും. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചു വെക്കണേ. എത്ര ദിവസം എടുക്കും ഒരു മുട്ട വിരിയാനായിട്ട് എന്നുള്ളത് നോക്കി വെക്കാം. ഇനി നമ്മുടെ ആ ഇമേജിൽ കണ്ടോ 2 പക്ഷികളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? എരണ്ടയും നാഗമോഹനും. ഇവരൊക്കെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവയൊന്നും നമ്മുടെ നാട്ടിലുള്ള പക്ഷികളല്ല. അന്യദേശത്തു നിന്നും അതിന് ആവശ്യമായ ജീവിത സാഹചര്യങ്ങൾ തേടിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് വിരുന്ന് വന്നവയാണ്. അങ്ങനെ വരുന്ന കിളികളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരില്ലേ, എന്താണത്? ദേശാടന പക്ഷികൾ എന്നാണ് അതിനെ വിളിക്കുന്നത്. അതായത് അന്യദേശങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലുള്ള അനുകൂല സാഹചര്യങ്ങളൊക്കെ തേടിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന കിളികളെ വിളിക്കുന്ന പേരാണ് ദേശാടന പക്ഷികൾ. കേരളത്തിലെ കടലുണ്ടി, തട്ടേക്കാട്, കുമരകം തുടങ്ങിയ സ്ഥലങ്ങളിൽ ദേശാടന പക്ഷികളെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും അല്ലേ. കടലുണ്ടി ആ സ്ഥലത്തൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, അവിടെയൊക്കെ ഇതിനായിട്ടൊരു സ്പേസ് ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ദേശാടന പക്ഷികളെ നമുക്ക് അവിടെ കൂടുതലായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കിതിൽ ഡോക്ടർ സാലിം അലിയെ പറ്റി പഠിക്കാനുണ്ട്. ലോകപ്രസിദ്ധനായ ഒരു പക്ഷി നിരീക്ഷകനായിരുന്നു ഡോക്ടർ സാലിം അലി. ആരാണ്? ലോകപ്രസിദ്ധനായ പക്ഷി നിരീക്ഷകനാണ് സാലിം അലി. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. നോട്ട് ചെയ്ത് വെക്കണേ, എഴുതി തന്നെ വെക്കുക. നവംബർ 12 ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ സാലിം അലിയുടെ ജന്മദിനമാണ് നമ്മൾ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത്. ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള എന്നിവ അദ്ദേഹത്തിൻ്റെ പക്ഷി നിരീക്ഷണ ഗ്രന്ഥങ്ങളാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള. ഇന്ത്യയുടേതുണ്ട്, കേരളത്തിന്. ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള ഇവ രണ്ടും എന്താണ്? ഡോക്ടർ സാലിം അലിയുടെ പക്ഷി നിരീക്ഷണ ഗ്രന്ഥങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഏതാണ്? ഒരു കുരുവിയുടെ പതനം. ഇതൊക്കെ PSCക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു കുരുവിയുടെ പതനം എന്നത് ആരുടെ ആത്മകഥയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. 3 പോയിന്റ്സ് നമുക്ക് ഇതിന്ന് പഠിക്കാനുണ്ട് അല്ലേ. ഒന്ന്, ഡോക്ടർ സാലിം അലി ആരാണ്? പ്രശസ്തനായ പക്ഷി നിരീക്ഷകനാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം നവംബർ 12. നവംബർ 12ൻ്റെ പ്രത്യേകത എന്താണ്? അന്ന് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ ഏതൊക്കെയാണ്? ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള, ഇതാണ് പക്ഷി നിരീക്ഷണ ഗ്രന്ഥങ്ങൾ. പിന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരെന്താണെന്ന്? ഒരു കുരുവിയുടെ പതനം. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കണേ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യങ്ങളൊക്കെ ഇതെന്തായാലും പഠിക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ മുട്ടയിടുന്ന ജീവികളെ തന്നെ വേറെ വേറെ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്രാണികൾ, മത്സ്യങ്ങൾ, ഉരഗങ്ങൾ എന്ന് പറഞ്ഞിട്ട്. പ്രാണികളിൽ ഏതൊക്കെയാണ് മുട്ടയിടുന്നവ? ഉറുമ്പ്, പുൽച്ചാടി, ശലഭങ്ങൾ, വണ്ട്, ഈച്ച ഇവയൊക്കെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നവയാണ്. മത്സ്യങ്ങളിലാണെങ്കിൽ മത്തി, അയല, വരാൽ, മുഷി, ഗപ്പി ഇവയൊക്കെ മുട്ടയിട്ട് വളർത്തും. ഉരഗങ്ങൾ മുതല, പാമ്പ്, പല്ലി, അരണ, ഓന്ത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. പിന്നെ നമ്മുടെ ആ ഇമേജിൽ കണ്ടു തവള. തവളയുടെ പ്രത്യേകത എന്താണ്? തവള കരയിലും വെള്ളത്തിലും ജീവിക്കും അല്ലേ. 2 സ്ഥലത്തും ജീവിക്കാൻ പറ്റുന്നതാണ് തവള. അതുപോലെ തന്നെയാണ് സാലമാൻഡറും സിസീലിയനും. രണ്ടിൻ്റെ ഇമേജ് തന്നിട്ടുണ്ട് അല്ലേ. പേര് കേൾക്കുമ്പോൾ വേറെ എന്തുവാന്ന് വിചാരിക്കേണ്ട. ഈ ഇമേജിൽ കാണുന്നതാണ് സാലമാൻഡറും സിസീലിയൻസും. ഇവയും എന്താണ്? തവളേനെ പോലെ തന്നെ കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ പറ്റുന്നവയാണ്. അങ്ങനെയുള്ള ജീവികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉഭയജീവികളെന്ന്. എങ്ങനെയുള്ളത്? കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ജീവികളെ വിളിക്കുന്ന പേരാണ് ഉഭയജീവികൾ. ഉഭയജീവികൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? തവള, സാലമാൻഡർ, സിസീലിയൻ. അത് 3 ഓക്കെ അല്ലേ. ഇനി നമുക്ക് സാൽമൺ മത്സ്യത്തിൻ്റെ കഥ എന്താണെന്ന് നോക്കാം. മുട്ടയിടാൻ വേണ്ടി ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരിനം മത്സ്യമാണ് സാൽമൺ.
വേനൽക്കാലമാകുമ്പോൾ ഈ മത്സ്യങ്ങൾ പസഫിക് സമുദ്രത്തിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നു. ഈ യാത്ര 2500 കിലോമീറ്റർ അകലെയുള്ള വടക്കേ അമേരിക്കൻ നദികളിലാണ് അവസാനിക്കുന്നത്. വെള്ളച്ചാട്ടങ്ങളും നദികളിലെ കുത്തൊഴുക്കുമൊന്നും ഇവയുടെ യാത്രയ്ക്ക് തടസ്സമാവുന്നില്ല. പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് നദികളുടെ പ്രഭവസ്ഥാനത്തെത്തി മുട്ടയിട്ടു കഴിയുന്നതോടെ അവ കൂട്ടത്തോടെ മണൽത്തിട്ടകളിൽ ചത്തൊടുങ്ങുന്നു. പിന്നീട് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ സമുദ്രത്തിലേക്ക് തിരികെ യാത്രയാവുന്നു. വെറൈറ്റി ആണല്ലേ? അപ്പോൾ നമുക്ക് ഇതൊന്നും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. കാരണം മുട്ടയിടാൻ വേണ്ടി ദീർഘദൂരം യാത്ര ചെയ്യുന്ന മത്സ്യം ഏതാണെന്ന് ചോദിക്കാം അല്ലേ? ഏതാണ്? സാൽമൺ ആണ്. എത്ര ദൂരം അത് യാത്ര ചെയ്യുന്നുണ്ട്? കൊടുത്തിട്ടുണ്ട്. 2500 കിലോമീറ്റർ അകലെ പോകുന്നുണ്ട് അല്ലേ? അപ്പം മുട്ടയിടാൻ വേണ്ടിയിട്ട് 2500 കിലോമീറ്ററോളം സഞ്ചരിക്കുന്ന മത്സ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സാൽമൺ മത്സ്യമാണ്. എവിടെ നിന്നാണ് അവർ തുടങ്ങുന്നത്? പസഫിക് സമുദ്രത്തിൽ നിന്ന് തുടങ്ങിയിട്ട് അമേരിക്കൻ നദികളിൽ എത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മുട്ടയിടുന്നത്. എന്നിട്ട് അവിടെ തന്നെ അത് കിടന്ന് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. മുട്ടയിടാൻ വേണ്ടിയിട്ട് ദീർഘദൂരം സഞ്ചരിച്ച് മുട്ടയിടുന്ന മത്സ്യങ്ങളാണ് ഇത് സാൽമൺ മത്സ്യങ്ങൾ. ഇനി നമ്മൾ നോക്കുന്നത് രൂപാന്തരണം എന്നാൽ എന്താണെന്നുള്ളതാണ്. ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തവയാണ്. ഇവയാണ് ലാർവകൾ. ലാർവാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപങ്ങളായി മാറുന്നതാണ് രൂപാന്തരണം എന്ന് പറയുന്നത്. അതായത് എല്ലാ ജീവികളുടെയും മുട്ട വിരിഞ്ഞുണ്ടാവുന്ന കുഞ്ഞ് അമ്മയുടെ പോലെ തന്നെ രൂപസാദൃശ്യം ഉണ്ടാവണം എന്നില്ല. അത് കുറച്ച് പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അമ്മയുടെ പോലെയുള്ള രൂപത്തിലേക്ക് വരുന്നുണ്ടാവുക. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് അതിൽ കൊടുത്തിട്ടുണ്ട് തവളയുടെ രൂപാന്തരണം. അത് നിങ്ങൾക്ക് മനസ്സിലാവും. തവളയുടെ മുട്ട ആ ഒരു ഇമേജിൽ കണ്ടോ? മുട്ട വിരിഞ്ഞിട്ട് എന്താണ് ആവുന്നത്? നേരിട്ട് തവളേനെ പോലെ ആവുന്നുണ്ടോ? ഇല്ല. അത് വാൽമാക്രി എന്നുള്ളൊരു രൂപത്തിലേക്കാണ് ആദ്യം വരുന്നത്. പിന്നെയാണ് എന്ത് ചെയ്യുന്നത്? അത് വളർന്നിട്ടാണ് തവളയുടെ ആ ഒരു ഷേപ്പിലേക്ക് വരുന്നത്. പിന്നെ കൊതുകിന്റെ രൂപാന്തരണം കൊടുത്തിട്ടുണ്ട്. കൊതുകിന്റെ മുട്ട വിരിഞ്ഞിട്ട് എന്താണ് ആവുന്നത്? ആദ്യം കൂത്താടിയായിട്ടാണ് ആദ്യം മാറുന്നത്. ആദ്യം തന്നെ കൊതുകിന്റെ രീതിയിലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ അത് വളർച്ചയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? കൊതുകിന്റെ രൂപമായിട്ട് മാറുന്നുള്ളത്. അപ്പോൾ അതല്ലാണ്ട് വേറെ ഒന്ന് നമുക്ക് എക്സാമ്പിൾ ഉള്ളത് ചിത്രശലഭമാണ് അല്ലേ? ശലഭങ്ങളുടേത് എങ്ങനെയാണ്? ആദ്യം മുട്ടയായിരിക്കും. മുട്ട പിന്നെ ലാർവ എന്നുള്ളൊരു രൂപത്തിലേക്കാവും. ലാർവ നമ്മൾ പുഴുവാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? പിന്നെ പ്യൂപ്പ, പിന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നത്. ഇപ്പോൾ ഈ ലാർവേനെ നിങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. പല പല ചെടികളിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ചിലപ്പം പുഴുവാണെന്ന് കരുതിയിട്ട് അതിനെ നശിപ്പിച്ചിട്ടും ഉണ്ടായിരിക്കും അല്ലേ? ശരിക്കും അതൊക്കെ എന്താണ്? ഈ ഒരു ചിത്രശലഭത്തിന്റെ മുട്ട വിരിഞ്ഞുണ്ടായിട്ടുള്ള ലാർവകളാണ്. അത് കുറച്ചുകൂടി ദിവസം വെയിറ്റ് ചെയ്താലായിരിക്കും എന്താവുക? ചിത്രശലഭമായിട്ട് മാറിയിട്ടുണ്ടാവുക. കുറച്ച് ശലഭങ്ങളും അതിൻ്റെ ലാർവയുടെ ഇമേജ് തന്നിട്ടുണ്ട്. അതൊന്ന് നോക്കണം. ഏതൊക്കെയാണ്? അരളിശലഭത്തിൻ്റെ ലാർവയുണ്ട്, ഗരുഡശലഭം, കൃഷ്ണശലഭം, മഞ്ഞപ്പാപ്പാത്തി, എല്ലാത്തിൻ്റെയും ലാർവയുടെ ഇമേജ് കൊടുത്തിട്ടുണ്ട് അല്ലേ? മഞ്ഞപ്പാപ്പാത്തിൻ്റെ ലാർവയൊക്കെ നോക്കൂ, നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? കുറേ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ കണ്ടാൽ എന്താ വിചാരിക്കുക? അത് പുഴുവാണെന്നായിരിക്കും വിചാരിക്കാം. ആക്ച്വലി ഇത് പുഴുവല്ല. ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ എന്താണ്? ലാർവയാണ്. അത് പിന്നെയാണ് എന്താവുന്നത്? ബട്ടർഫ്ലൈൻ്റെ ആ ഒരു ചിറകും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെയും വെയിറ്റ് ചെയ്തിട്ടാണ്. പിന്നെ കടലാമകളെ പറ്റിയിട്ട് നമുക്കതിൽ പറയുന്നുണ്ട്. എന്താണ്? കടലിൽ നിന്ന് കരയിലേക്ക് കയറി വന്ന് മണൽ മാന്തി കുഴി ഉണ്ടാക്കിയിട്ടാണ് കടലാമ മുട്ടയിടുന്നത്. മുട്ടയിടുന്ന കേസസ് നമ്മൾ പറഞ്ഞല്ലോ. പല രീതിയിലും ഒരു 2500 കിലോമീറ്റർ സഞ്ചരിച്ച് മുട്ടയിടുന്നവയൊക്കെ ഉണ്ട് അല്ലേ? അപ്പം കടലാമകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കടലിൽ നിന്നും കരയിലേക്ക് കയറും. മുട്ടയിടാനായിട്ടാണ് അവ കരയിലേക്ക് എത്തുന്നത്. എന്നിട്ട് മണലിലൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലാണ് മുട്ടയിടുന്നത്. പിന്നെ വനം വകുപ്പിനു കീഴിൽ മലപ്പുറം ജില്ലയിൽ വള്ളിക്കുന്നിലെ മുതിയം കടൽ തീരത്ത് കടലാമകളെ സംരക്ഷിച്ച് വരുന്നുണ്ട്. കടലാമയെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്നിലെ മുതിയം കടൽ തീരത്താണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചതൊക്കെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്ന ജീവികളെ പറ്റിയിട്ടാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളെ പറ്റിയിട്ടാണ്. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ. ഓക്കെ അല്ലേ? നമ്മൾ കുട്ടികളെ പ്രസവിച്ചിട്ട് പാലൂട്ടി വളർത്തുന്ന ജീവികളെ വിളിക്കുന്ന പേരാണ് സസ്തനികൾ. അപ്പോൾ ഏതൊക്കെയാണ് സസ്തനികൾ? താഴെ ഇമേജസ് ഉണ്ട്. പശു, ആന, ആട്, മാൻ ഇവയൊക്കെ എന്താണ്? പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവയാണ്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സസ്തനികൾ. പിന്നെ നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. പറക്കുന്ന സസ്തനി. പറക്കുന്ന സസ്തനി ഏതാ? വവ്വാലാണല്ലേ? പറക്കുന്ന സസ്തനിയാണ് വവ്വാൽ. ചർമ്മബന്ധിതമായ മുൻകാലുകളാണ് ഇവയെ പറക്കാൻ സഹായിക്കുന്നത്. പക്ഷികളെ പോലെ തന്നെ തോന്നുമെങ്കിലും ഇവ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവയാണ് അല്ലെ? പക്ഷികൾ ഒട്ടുമിക്കതും എന്താണ്? മുട്ടയിടുന്നവയാണ് അല്ലേ? പക്ഷെ എന്താണ്? വവ്വാൽ എങ്ങനെയാണ്? പ്രസവിച്ച് പാലൂട്ടിയിട്ടാണ് വളർത്തുന്നത്. ഇനി സസ്തനികളിൽ മുട്ടയിടുന്നവയും ഉണ്ട്. ഏതൊക്കെയാണ്? സസ്തനി എന്ന് വെച്ചാൽ എന്താണ്? പാലൂട്ടി വളർത്തുന്നവയാണ്. പക്ഷെ സസ്തനികളിൽ തന്നെ മുട്ടയിട്ട് വളർത്തുന്നവയുണ്ട്. ഏതൊക്കെയാണതെന്ന് വെച്ചാൽ പ്ലാറ്റിപ്പസും എക്കിഡ്മയുമാണ്. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സസ്തനികൾ പൊതുവെ പ്രസവിക്കുന്നവയാണെങ്കിലും മുട്ടയിടുന്ന ചിലരും ഇക്കൂട്ടത്തിലുണ്ട്. പ്ലാറ്റിപ്പസും എക്കിഡ്നയും
മുട്ടയിടുന്ന സസ്തനികളാണ്. ഇവ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നു. അല്ലേ? അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ആദ്യം മുട്ടയിടും, എന്നിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തും. അതുകൊണ്ടാണ് അവ എന്താവുന്നത്? മുട്ടയിടുന്ന സസ്തനികൾ എന്നറിയപ്പെടുന്നത്. അത് പഠിച്ചു വെക്കണേ. മുട്ടയിടുന്ന സസ്തനികൾ ഏതൊക്കെയാണ്? പ്ലാറ്റിപ്പസും എക്കിഡ്മയും, 2 എണ്ണം കേട്ടോ. ഇനി നമുക്ക് കുറച്ചാളെ പറ്റിയും കൂടെ പഠിക്കാനുണ്ട്. ശരീരം മുറിഞ്ഞാലും പുതിയ ജീവി. ശരീരം മുറിഞ്ഞാലും പുതിയ ജീവി ഉണ്ടാവുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ജീവി ഉണ്ടല്ലോ. ഏതാണ്? മണ്ണിര അല്ലേ? മണ്ണിരേനൊക്കെ നമ്മൾ നടുവിൽ കട്ട് ചെയ്താലും എന്ത് ചെയ്യും? 2 ജീവിയായിട്ടത് വളരും. നമുക്ക് നോക്കാം. മണ്ണിര, പ്ലനേറിയ. പ്ലനേറിയ എന്താണ്? ആ ഇമേജിൽ തന്നിട്ടുണ്ട്. ഒരു തരം പരന്ന വിരയാണ്. എന്നിവയുടെ ശരീരഭാഗങ്ങൾ മുറിഞ്ഞാൽ ആ ഭാഗം വളർന്ന് പുതിയ ജീവിയായി മാറും. അപ്പോൾ അതിന് എക്സാമ്പിൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? മണ്ണിരയും പ്ലനേറിയയും അതുപോലെ തന്നെയാണ് കേട്ടോ. മണ്ണിരയെ പോലെ തന്നെയാണ് പ്ലനേറിയയും. അതിൻ്റെ ശരീരഭാഗങ്ങൾ മുറിഞ്ഞാൽ അത് പുതിയൊരു ജീവിയായിട്ട് മാറുന്നുണ്ട്. ഇനി പ്രസവിക്കുന്ന അച്ഛൻ. പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്നത് ആരാ? കടൽക്കുതിരയാണ്. അതെന്താന്ന് നോക്കാം. മത്സ്യത്തിൻ്റെ വർഗത്തിൽപ്പെട്ട 7 ഇഞ്ച് മാത്രം വലുപ്പമുള്ള ജീവികളാണ് കടൽക്കുതിരകൾ. പെൺ കടൽക്കുതിരകൾ ഇടുന്ന മുട്ടകൾ ആൺ കടൽക്കുതിരയുടെ ഉദരഭാഗത്തെ സഞ്ചിയിൽ സൂക്ഷിക്കുന്നു. 40 ദിവസത്തിനു ശേഷം ഈ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ സഞ്ചിയിൽ നിന്ന് പുറത്തു വരുന്നു. ആൺ കടൽക്കുതിര പ്രസവിക്കുന്നത് പോലെ തോന്നുന്നത് ഇതുകൊണ്ടാണ്. ശരിക്കും പ്രസവിക്കുന്നത് ആൺകുതിരയല്ല കേട്ടോ. പെൺ കടൽക്കുതിര തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈ മുട്ടയിടുന്നത്. മുട്ടയിടുന്നത് എവിടെയാണ്? ആൺ കടൽക്കുതിരയുടെ സഞ്ചിക്കുള്ളിലായിരിക്കും. അപ്പം അത് വിരിയാനും ടൈം എടുക്കത്തില്ല. 40 ദിവസം ടൈം എടുക്കുന്നുണ്ട്. അപ്പം അതിനുശേഷം അത് ആ സഞ്ചിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ് എന്ത് പറയുന്നത്? പ്രസവിക്കുന്ന അച്ഛൻ എന്ന് നമ്മൾ കടൽക്കുതിരയെ പറയുന്നത്. ഇനി സഞ്ചിമൃഗങ്ങൾ. സഞ്ചിമൃഗങ്ങൾ അറിയാലോ. ആരാണ്? കങ്കാരു അല്ലേ? സഞ്ചിമൃഗം എന്നറിയപ്പെടുന്ന കങ്കാരു ഓസ്ട്രേലിയയിലാണ് കാണപ്പെടുന്നത്. പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങളെ സ്വന്തം ശരീരത്തിലുള്ള ഒരു സഞ്ചിയിലാക്കിയിട്ടാണ് ഇവ പരിപാലിക്കുന്നത്. പിന്നെ പ്രസവിക്കുന്ന പാമ്പുണ്ട്. പാമ്പുകളിൽപ്പെട്ട അണലിയുടെ മുട്ടകൾ വിരിയുന്നത് ശരീരത്തിനുള്ളിൽ വെച്ചു തന്നെയാണ്. ഇവയുടെ കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോൾ അണലിപ്പാമ്പ് പ്രസവിക്കുന്നതായി തോന്നുന്നു. കുഞ്ഞുങ്ങൾ പുറത്തു വന്ന ശേഷം അണലി അവയെ ഒട്ടും പരിപാലിക്കുന്നില്ല. അപ്പം പ്രസവിക്കുന്ന പാമ്പ് എന്ന് പറയുന്നത് അണലിയാണ്. ശരിക്കും അത് പ്രസവിക്കുകയല്ല. മുട്ട എങ്ങനെയാണ്? മുട്ട ഉള്ളിൽ നിന്ന്, ശരീരത്തിനുള്ളിൽ നിന്ന് തന്നെയാണ് മുട്ട വിരിയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പവിയപ്പുറ്റുകളെ പറ്റിയിട്ടാണ്. കടലിലെ മയക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഈ പവിയപ്പുറ്റുകളെയാണ്. കടലിനടിയിലെ പൂന്തോട്ടങ്ങളെ പോലെ കാണപ്പെടുന്ന ജീവിവർഗമാണ് ഈ പവിയപ്പുറ്റുകൾ. ഇവയുടെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ കടൽക്ഷോഭം ഒരു പരിധിവരെ തടയാൻ ഈ പവിയപ്പുറ്റുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല അസുഖങ്ങൾക്കുമുള്ള മരുന്ന് നിർമ്മിക്കാനും ഇവയെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്താണ്? ഈ ഒരു പവിയപ്പുറ്റുകൾ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. അപ്പോൾ ഇവയെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ആർക്കാണ്? നമുക്കുണ്ട്. അത് നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് 1997, 2008 എന്നീ വർഷങ്ങൾ പവിയപ്പുറ്റു വർഷമായിട്ട് നമ്മൾ ആചരിക്കേണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ വർഷങ്ങളാണ് നമ്മൾ പവിയപ്പുറ്റു വർഷമായി ആചരിച്ചത് എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? 1997 2008 ഈ 2 വർഷങ്ങളിലാണ് നമ്മൾ പവിയപ്പുറ്റു വർഷമായിട്ട് ആചരിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു പവിയപ്പുറ്റിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പവിയപ്പുറ്റുകൾ ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. എവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പവിയപ്പുറ്റുകൾ ഉള്ളത്? ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പവിയപ്പുറ്റുകൾ ഉള്ളത്. ലക്ഷദ്വീപുകളിലെ പവിയപ്പുറ്റുകൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ്? പവിയപ്പുറ്റ് എന്താണെന്ന് വെച്ചാൽ കടലിലെ മയക്കാടുകൾ എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെ അവ ഹെൽപ്പ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ കടൽക്ഷോഭം ഒരു പരിധിവരെ തടയാനും അതേപോലെ പല അസുഖങ്ങൾക്കുമുള്ള മരുന്നുകൾ നിർമ്മിക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അവയെ സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 1997 2008 നമ്മൾ പവിയപ്പുറ്റു വർഷമായിട്ട് ആചരിച്ചിട്ടുണ്ടായിരുന്നു. ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫാണ് ലോകത്തിലെ ഏറ്റവും വലിയ പവിയപ്പുറ്റുകൾ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇത്ര കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. പക്ഷെ നമുക്ക് ഒന്നുകൂടെ ഫസ്റ്റ് മുതലൊന്ന് നോക്കാം. ആദ്യം നമ്മൾ പക്ഷികളും അവയുടെ അടയിരുപ്പുകാലവും നോക്കിയല്ലേ. ഏതൊക്കെയാണ്? കോഴി 21 ദിവസം, പ്രാവ് 14 ദിവസം, കുരുവി 14 ദിവസം, ഒട്ടകപ്പക്ഷി 42 ദിവസം, ലവ് ബേർഡ്സ് 22 മുതൽ 25 ദിവസം വരെ. പിന്നെ നമ്മൾ ഡോക്ടർ സാലിം അലിയെ പറ്റി പഠിച്ചു. ആരാണ്? ലോകപ്രസിദ്ധനായ ഒരു പക്ഷി നിരീക്ഷകനാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 12 നമ്മൾ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള, പിന്നെ ഒരു കുരുവിയുടെ പതനം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്? പ്രാണികളിൽ മുട്ടയിടുന്നവ, മത്സ്യങ്ങളിൽ ഉരഗങ്ങൾ, പിന്നെ ഉഭയജീവികൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചു. പിന്നെ നമ്മൾ സാൽമൺ മത്സ്യത്തിൻ്റെ കാര്യം പഠിച്ചു അല്ലേ. എന്താണ്? അനേകം ദൂരം യാത്ര ചെയ്തിട്ടാണ് അവ മുട്ടയിടുന്നത്. എത്ര? 2500 കിലോമീറ്ററോളം അകലെയുള്ള
നദികളിൽ പോയിട്ടാണ് അവ മുട്ടയിടുന്നത് എന്നുള്ളത് കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ രൂപാന്തരണം പഠിച്ചു. ഏതൊക്കെയാണ്? തവളയുടേതും കൊതുകിൻ്റേതും അതേപോലെ ചിത്രശലഭത്തിൻ്റെയും പഠിച്ചു അല്ലേ? ജനിച്ച ഉടനെ തന്നെ അവരെന്ത് ചെയ്യുന്നില്ല, ആ ഒരു രൂപത്തിലേക്ക് എത്തുന്നില്ല. ആദ്യം ലാർവയായിട്ട് പിന്നെയാണ് അതിൻ്റെ രൂപാന്തരണം സംഭവിക്കുന്നത് എന്നുള്ളത് പഠിച്ചു. കടലാമകളെ പറ്റി പഠിച്ചു. പിന്നെ നമ്മൾ സസ്തനികളെ പറ്റി പഠിച്ചു അല്ലേ? പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവയെ പറ്റി പഠിച്ചു. അതിൽ പറക്കുന്ന സസ്തിനി ഏതാണ്? വവ്വാലാണ്. പിന്നെ മുട്ടയിടുന്ന സസ്തിനികളും ഉണ്ടെന്ന് പഠിച്ചു. പ്ലാറ്റിപ്പസും എക്കിഡ്മയുമാണ് അവ എന്ന് പഠിച്ചു. പിന്നെ നമ്മൾ ശരീരം മുറിഞ്ഞാലും പുതിയ ജീവി ഉണ്ടാവുന്നത് ഏതൊക്കെയാണ്? മണ്ണിര, പ്ലനേറിയ പഠിച്ചു. പിന്നെ പ്രസവിക്കുന്ന അച്ഛൻ ഏതാണ്? കടൽ കുതിര. പിന്നെ സഞ്ചിമൃഗങ്ങൾ കങ്കാരു, പ്രസവിക്കുന്ന പാമ്പ് ഏതാണ്? അണലി. പിന്നെ ഈ പവിയപ്പുറ്റുകളും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും 2008ഉം 1997 ഏതൊക്കെയാണ്? പവിയപ്പുറ്റുകൾ പുറ്റുവർഷമായിട്ട് ആചരിച്ചത്. പിന്നെ ഏറ്റവും വലിയ പവിയപ്പുറ്റ് ഏതാണ്? ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫ്. ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതൊന്നും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഷോർട്ട് നോട്ട്സ് ആയിട്ട് എഴുതിയെടുക്കുക. നമുക്ക് PSCക്ക് എന്തായാലും ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്കൊരു ചാപ്റ്ററും ഒരു ഏരിയ പോലും സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് തന്നെ പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഇനി എങ്ങനത്തെ വീഡിയോസ് വേണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാപ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിൻ്റെതാണ്. 5ാം ക്ലാസ് നമുക്ക് ബേസിക് സയൻസ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതൊരു സെറ്റ് ആക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലേക്ക് പോകാമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക്